മാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഉദ്ഘാടനം ഫെബ്രുവരി 26 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസ്തുത ചടങ്ങിൽ കുന്നമംഗലം നിയോജകമണ്ഡലം MLA ശ്രീ PTA റഹീം അധ്യക്ഷത വഹിക്കും. മാവൂർ കൂളിമാട് റോഡിൽ ഗ്രാസിം ഫാക്ടറി കോമ്പൗണ്ടിനോട് ചേർന്ന് നിലനിൽക്കുന്ന പ്രദേശത്ത് പണി കഴിപ്പിച്ച ബിൽഡിംഗിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുക. ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അധീനതയിൽ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ മാവൂർ, ചാത്തമംഗലം, കുന്നമംഗലം, പെരുവേൽ, പെരുമണ്ണ ഗ്രാമപഞ്ചായത്തുകളും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തും മലപ്പുറം ജില്ലയിലെ വാഴക്കാട്, ചീക്കോട്, വാഴയൂർ പഞ്ചായത്തും മറ്റ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ളത് ഭാഗികമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളതാണ് മാവൂർ വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. നിലവിൽ അഗ്നിരക്ഷാ വകുപ്പിൻ്റെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ 18 തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൂടാതെ 4 വാഹനങ്ങളും പുതിയതായിട്ട് സർക്കാർ ഈ മാവൂർ ഫയർ സ്റ്റേഷന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനായി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുടെ 18 തസ്തിക സർക്കാർ പുതുതായി സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ 4 വാഹനങ്ങളുടെ സ്ട്രെങ്ത്തും അനുവദിച്ചിട്ടുണ്ട്. മാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പരിധി മാവൂർ, ചാത്തമംഗലം, കുന്നമംഗലം, പെരുമണ്ണ, വാഴൂർ, വാഴക്കാട്, പെരുവയൽ, ചീക്കോട് എന്നീ പഞ്ചായത്തുകളിലും പരിസര പ്രദേശങ്ങളിലും സേവനം ലഭിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇലക്ഷൻ അടുത്തെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചത് ഇവിടെ വിശദീകരിച്ചല്ലോ, പ്രസിഡന്റ് വിശദീകരിച്ചത് 2017 ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ചതിൻ്റെ പൂർത്തീകരണത്തിനാണ് വൈകിയത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമ്മുടെ ബഹുമാന്യ MLA 40 ലക്ഷം രൂപ ഫണ്ട് ഇവിടെ അനുവദിച്ചല്ലോ. അത് അനുവദിച്ചതിൻ്റെ കൂടി ഭാഗമായാണല്ലോ ഇത്രയും നിലയിൽ എത്തിയിട്ടുള്ളത്. ഏറ്റവും അവസാനം വൈകിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വ്യാപാരി വ്യവസായിയുടെ നല്ല ഏകോപന സമിതിക്കാരൻ നല്ല സഹായം ഇതിനുണ്ടായിരുന്നു. അവർ നല്ല താല്പര്യം എടുത്തുകൊണ്ട് ഇതിൻ്റെ പുറകെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ 4 ലക്ഷത്തിന് മേലെ സംഖ്യ അവർക്ക് ചെലവ് വന്നിട്ടുണ്ടെന്ന് അവർ നേരത്തെ വിശദീകരിച്ചു. അപ്പോൾ അത് ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടക്കേണ്ടതായിരുന്നു. എന്തോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം വന്നുകൊണ്ടാണ് കുറച്ചുകൂടി ലാഗ് ചെയ്ത് പോയിട്ടുള്ളത്. 11,000-ഓളം കടകൾ ഈ മണ്ഡലത്തിലും ചാലിയാറിൻ്റെ ഭാഗത്തുമായിട്ടുള്ള, അതുപോലെ 1 ലക്ഷത്തോളം വീടുകൾ, 27ഓളം കോറികൾ, പടക്കം ലൈസൻസുള്ള 87ഓളം വരുന്ന ലൈസൻസുള്ള കടകൾ, പ്രധാനപ്പെട്ട സ്കൂളുകളിൽ 200-ൽ പരം, അതിലുപരി ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായങ്ങൾ അതും 200-ൽ പരം. അത്രയും ആവശ്യങ്ങളുള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ ഒരു ഫയർ സ്റ്റേഷൻ എത്തുന്നത്. നമ്മൾക്ക് കഴിഞ്ഞ കാലത്തുള്ള തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ തന്നെ ഒരുപാട് പറയാനുള്ള, എണ്ണി പറയാനുള്ള ഒരു പ്രദേശത്തേക്കാണ് സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ശാന്തിയുടെ വലിയൊരു നിർവെളിച്ചവുമായിട്ടാണ് ഇതിൻ്റെ കടന്നുവരവ്. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും സത്യത്തിൽ അതൊരു വലിയ ഒരു ആശ്വാസമാണ്. ഒരു തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല. നേരത്തെ ടീച്ചർ ബോധിപ്പിച്ചു. 2016-ൽ ഇതേപോലൊരു ദിവസം കത്തുകയാണ്. ഇതേപോലത്തെ ഒരു ദിവസമാണ് അന്ന് കട കത്തിയത്. നോമ്പെടുത്ത ആളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ആ സമയത്ത് തുടങ്ങിയ പ്രവൃത്തി ഈ നീണ്ട 10 വർഷം കറക്റ്റ് അവിടെ എത്തുകയാണ്. വീണ്ടും തീരുമാനത്തിലേക്ക് എത്തുന്നു. തുടക്കത്തിൽ ഇതിന് കൂടെ നിന്ന് വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീറത്ത് ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP അഹമ്മദ്, ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലി, വെള്ളിമാടുകുന്ന് സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസ്, സ്വാഗത സംഘം കമ്മിറ്റി അംഗങ്ങളായ പുതുക്കുടി സുരേഷ്, നിതീഷ് കുമാർ, നാസർ മാവൂരാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാലിക്കറ്റ് ന്യൂസ്, മാവൂർ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ, വീഡിയോ എഡിറ്റിംഗ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബ്ബിംഗ് സംവിധാനം, ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 മിക്സിംഗ്. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ, കാട്ടാങ്ങൽ റോഡിൽ. ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം, കാട്ടാങ്ങൽ റോഡ്, മാവൂർ. മൊബൈൽ 8921716618.